നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മനഃപൂർവ്വം ഞാൻ അന്വേഷിക്കാത്തതാ മോളെ. ശരിക്കും പറഞ്ഞ ഇത്രയും സങ്കടകരമായ അവസ്ഥയില് വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞ അത് മാത്രമല്ല കാര്യം. കഴിഞ്ഞ 1-2 മാസങ്ങളായിട്ട് ശിവദാസ് സാറ് പറയുന്ന കാര്യങ്ങൾ മാത്രം അവിടെ നടക്കുന്നത്. ഞങ്ങളോടൊന്നും ഒന്നും ആലോചിക്കാറില്ല. ശിവദാസ് സാറ് പറയുന്നത് പോലെ ബിസിനസ് ചെയ്തതുകൊണ്ട് ഗുണമല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഞാനാരും കുറ്റപ്പെടുത്തിയതല്ല, ഗുണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ബന്ധം കുടുംബത്തിന് ദോഷം ചെയ്യുമോളെ. ഇപ്പൊ ലാലി ചേച്ചി പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. എന്ത് ദോഷം ചെയ്യുന്ന? അതൊന്നും എനിക്കറിയില്ല. ഞാനെന്തെങ്കിലും പറഞ്ഞിട്ട് അതൊരു വഴക്കാവണ്ട. എന്തായാലും ഞങ്ങൾ സ്റ്റാഫിനോടും ഉറ്റ കൂട്ടുകാരിയായി നടക്കുന്ന വിമലയോടും ഉള്ളതിനേക്കാൾ സ്നേഹം മോളുടെ അമ്മയ്ക്ക് ശിവദാസ് സാറിനോടുണ്ട്. സാറിന്റെ മോളോടും ഉണ്ട്. അത്രയ്ക്ക് അടുപ്പം വേണ്ടാന്ന് വെറുതെ ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അതുകൊണ്ടല്ല, എന്നെ തീർത്തും ഇഷ്ടമല്ല അയാൾക്ക്. ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ? അതിൽ തന്നെ ഒരു ദുരുദ്ദേശം ഇല്ലേ? ഞാൻ പറഞ്ഞത് തെറ്റായി പോയെങ്കിൽ മോൾ എന്നോട് ക്ഷമിക്ക്. വേണ്ടപ്പെട്ട ആരോടെങ്കിലും പറയണോന്ന് വിചാരിച്ചു, അതുകൊണ്ട് വന്നതാ. നല്ലൊരു കുടുംബം നിങ്ങളുടേത്. നന്നായി തന്നെ പോണോന്ന് എന്റെ മനസ്സിലൊരു വിചാരമുണ്ട്. അതുകൊണ്ട് പറഞ്ഞു പോയതാ. അതെ, എല്ലാം എടുത്തു വെച്ച മോളെ. ഒന്നും മിസ്സാക്കരുത് കേട്ടോ. മുഴുവൻ ഡോക്യുമെന്റ്സും പ്രസന്റ് ചെയ്താലേ ക്യാഷ് ഒക്കെ കിട്ടത്തുള്ളൂ. വെയിറ്റ് ചെയ്യച്ചാ, ഒന്നും കൂടെ വൃത്തിയാക്കാനുണ്ട്. യെസ് യുവർ ഓണർ. അതെ അച്ഛാ, ഇന്ന് അമ്മേന്റെക്ക് കാശ് കിട്ടോ? കിട്ടില്ല, പക്ഷെ കുറച്ച് അഡ്വാൻസ് കിട്ടി. മുഴുവൻ ക്യാഷ് ഒക്കെ കിട്ടുന്നതിന് ഒരു ധാരണയൊക്കെ അയക്കും. പിന്നെ എല്ലാം നന്നായിട്ട് അടക്കം മോളോട് പ്രാർത്ഥിക്കണേ. എത്ര കാശായിരിക്കും അമ്മേന്റെക്ക് കിട്ടുക? അതൊന്നും അറിയത്തില്ല മോളെ. എത്ര കാശ് കിട്ടിയാലും ആ കാശ് കൊണ്ട് എനിക്ക് ചില സാധനങ്ങൾ വാങ്ങിത്തരാൻ അമ്മേന്റെയോട് പറയണേ. അതിപ്പോ എന്ത് പറയാനേ? ഒന്നുകില് ഏതെങ്കിലും നല്ല ഐസ്ക്രീം, അതല്ലെങ്കിൽ ടെഡി ബെയർ പോലുള്ള ഏതെങ്കിലും ടോയ്സ് അല്ലേ? ഇനി കളിപ്പാട്ടം ഈ വീട്ടിൽ വാങ്ങിക്കൊണ്ട് വന്ന എടുത്ത് ഞാൻ അടുപ്പിലിടും. ഒരു മുറി മുഴുവൻ കളിപ്പാട്ടങ്ങളാ. തടഞ്ഞിട്ട് നടക്കാൻ മേല. മിസ്റ്റർ കുറുപ്പമാവൻ, എന്റെ അച്ഛൻ ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് വാങ്ങിത്തരും. അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാ. കുറുപ്പമാവനെ അച്ഛന് ഇഷ്ടമല്ല, അതറിയാവോ? ഇല്ല, ഞാനത് അറിഞ്ഞിട്ടില്ല. എന്നോട് ഇത്ര ദേഷ്യം എന്താ മോളുടെ അച്ഛന്? എന്റെ മോളോട് കളിപ്പാട്ടങ്ങൾ തടസ്സമാണെന്ന് പറയുന്ന ഒരാളോട് എനിക്ക് പിന്നെ ദേഷ്യമില്ലാതെ സ്നേഹം ഉണ്ടാവൂ? ഓ ശരി, ഞാൻ എന്റെ പ്രസ്താവന പിൻവലിച്ചു. ദേഷ്യമെങ്കിൽ ദേഷ്യം. തൽക്കാലം മോളി പാല് കുടിക്ക്, എന്നിട്ട് ദേഷ്യപ്പെട്ടാ മതി. കുറച്ച് കഴിയട്ടെ, ഞാൻ തിരക്കില്ല. ഓ അച്ഛനെ പോയിട്ട് വരാം. അമ്മ ഞാനത് പോയിട്ട് വരാം. ഏറ്റവും പ്രതീക്ഷയുടെ ഒരു ദിവസമാണ്. ഒരു പക്ഷേ നന്ദിതയുടെ ജീവിതം മാറ്റിമറിക്കുന്നത് ഈ ഒരു ദിവസമായിരിക്കും. എല്ലാം നന്നായിട്ട് വരും. മനസ്സിലുള്ള പ്രതീക്ഷ കളയണ്ട, അതിനപ്പുറം സംഭവിക്കും. അച്ഛനെ, ഒരു നല്ല കാര്യത്തിന് പോവാ. ഇവിടെ അമ്മ അവനോട് വഴക്കുണ്ടാക്കാതിരിക്കണം. ശരി അച്ഛാ. ഓക്കെ, ശരി. അതൊക്കെ ഇങ്ങത്താ. ആദ്യം ഈ പാല് കുടിക്കേ. അച്ഛൻ പറഞ്ഞ കേട്ടല്ലോ. കുറുപ്പമ്മാവൻ പറയുന്ന പോലെ കേട്ട് അനുസരണയുള്ള കുട്ടിയായിരിക്കണം. കുടിച്ചേ കുടിച്ചേ കുടിച്ചേ. ചിലപ്പോ ഇതൊരു വഴിത്തിരിവായിരിക്കും ഭാഗ്യേട്ട. ഡിസൈൻസ് ഒക്കെ ഇന്ന് നേരിട്ട് കാണുമ്പോ അവർക്ക് ഇഷ്ടമായ നമ്മൾ രക്ഷപ്പെട്ടു. ബാധ്യതകളൊക്കെ തീർക്കാൻ കഴിഞ്ഞ സമാധാനായി. അനുഗ്രഹിക്കണം, കൂടെ ഉണ്ടാവണം. എല്ലാം നന്നായി വരും അല്ലേ അച്ഛാ? മോള് ധൈര്യമായിട്ട് ചെല്ലേ, എല്ലാം ഭംഗിയായി നടക്കും.
നിന്റെ കഷ്ടപ്പാടുകൾ ഈശ്വരൻ കാണാതിരിക്കില്ല. പോയിട്ട് വാ. ശരി. ശരണ്യ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് താനിങ്ങനെ നെർവസ് ആവരുത് ശരണ്യ. പലരും പറയുന്നത് വെറും അസൂയ കൊണ്ടാ. അങ്ങനെ പലരെ പോലെ അല്ല നന്ദ അമ്മയുടെ സ്റ്റാഫുകള്. ഈ ലാലി ചേച്ചിയൊക്കെ വർഷങ്ങളായിട്ട് ഗവൺമെന്റ്സിലുള്ളതാ. അമ്മ ശമ്പളത്തിന് പുറമെ എന്താവശ്യത്തിനും കാശ് കൊടുത്തിട്ടുണ്ട് ഇവർക്കൊക്കെ. എന്നിട്ട് അവര് തന്നെ അമ്മയെക്കുറിച്ച് മോശം പറഞ്ഞാല് അത് മനസ്സിലൊരു വേദനയായിട്ട് കിടക്കില്ല നന്ദ. ഇവിടെയാ നിനക്ക് നിന്റെ അമ്മയ്ക്കും തെറ്റിയത്. ആരെയും അന്ധമായിട്ട് വിശ്വസിക്കരുത് ശരണേ. നീ ഈ പറഞ്ഞ ലാലിയൊന്നും 100% അമ്മയോട് സ്നേഹമുള്ളവരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സ്വന്തം കാര്യത്തിന് വേണ്ടി അമ്മയെ അവർ ഉപയോഗപ്പെടുത്തുക. എനിക്കും അത് തോന്നുന്നുണ്ട് നന്ദ. എന്റെ മനസ്സിലേക്ക് അമ്മയെക്കുറിച്ചൊരു തെറ്റായ ധാരണ ഉണ്ടാക്കിയെടുക്കാനാ ലാലി ചേച്ചി എന്റെ അടുത്തേക്ക് വന്നത്. അപ്പൊ നന്ദൻ പറഞ്ഞതുപോലെ എന്തേല് കാര്യം ഉണ്ടായിരിക്കും. പക്ഷെ എന്തിന്? അതാ നന്ദൻ ഞാൻ ആലോചിക്കുന്നത്. അമ്മ ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾ നോക്കുകയാണെങ്കിൽ സത്യത്തില് ഈ ലാലി ചേച്ചിയൊക്കെ അമ്മ പൂവിട്ട് പൂജിക്കണം. എന്നിട്ടും താൻ വെറുതെ വിഷമിക്കണ്ട. ഈ പറച്ചിലൊക്കെ വെറും കുശുമ്പായിട്ട് കണ്ട് തള്ളിക്കളഞ്ഞാ മതി. അല്ല നന്ദൻ, ഇത് വെറും കുശുമ്പോ അസൂയൊന്നുമല്ല. അമ്മ ഈ ലാലിച്ചേച്ചിയൊക്കെ ഉപയോഗപ്പെടുത്തുക മാത്രമല്ല, ശത്രുതയോടെ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച് നീങ്ങുകയാണ്. ഇതിന്റെ പിന്നില് ആരൊക്കെയോ ഉണ്ട് നന്ദൻ. അവരമ്മയെ ചതിക്കും. ഹലോ വിവേക്. ആ നീരജ, നീ വീട്ടിൽ നിന്ന് എടുക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് പാക്ക് ചെയ്യണം. ഇപ്പൊ തന്നെ. സമയം കളയാനില്ല. നമ്മള് പുറപ്പെടാറായോ? നമ്മൾ ഇന്ന് തന്നെ പോകും. നേരെ തമിഴ്നാട്ടിലേക്കാണ്. ബൈ റോഡാണ് നമ്മൾ പോകുന്നത്. എപ്പോഴാ പോകുന്നേ? ഉടനെയാണോ? പോകുന്ന സമയം ഞാൻ വിളിച്ചു പറയാം. ഇവിടെ നിന്ന് നമ്മൾ പുറപ്പെട്ട എന്തായാലും നിന്റെ വീട്ടിൽ നിന്ന് ഒരു അന്വേഷണം ഉണ്ടാവും. എവിടെ പോയിന്നറിയാൻ ഒരുപക്ഷെ പലരെയും വിളിച്ച് ചോദിച്ചു എന്നിരിക്കും.